24 റൗണ്ട് ഓഫ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. വിവാദങ്ങൾക്ക് പിന്നാലെ എമ്പുരാനിൽ കത്രിക വെച്ച് സെൻസർ ബോർഡ് 3 മിനിറ്റോളം വെട്ടിമാറ്റി. ബജ്രംഗി എന്ന വില്ലന്റെ പേരിലും മാറ്റം വരും. റീ എഡിറ്റ് ചെയ്ത സിനിമ 3 ദിവസത്തിനുള്ളിൽ തിയേറ്ററുകളിലെത്തും. എമ്പുരാൻ സിനിമയുടെ പേരിലെ വിവാദങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ച് മോഹൻലാൽ രംഗത്തെത്തി. സിനിമയിലെ ചില ഭാഗങ്ങൾ കുറെ പേർക്ക് വലിയ മനോവിഷമമുണ്ടാക്കിയെന്നും തനിക്കും എമ്പുരാൻ ടീമിനും ഇതിൽ ഖേദമുണ്ടെന്നും മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചു. സിനിമയ്ക്കെതിരായ RSS ഭീഷണി ജനാധിപത്യത്തിന് ഭൂഷണമല്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. എമ്പുരാൻ സിനിമയിലെ ചില ഭാഗങ്ങളെ ചൊല്ലി വിവാദമുയർന്ന സാഹചര്യത്തിലാണ് മോഹൻലാൽ തന്നെ ഖേദം പ്രകടിപ്പിച്ച് രംഗത്തെത്തിയത്. സിനിമയിലെ ചില ഭാഗങ്ങൾ കുറെ പേർക്ക് വലിയ മനോവിഷമമുണ്ടാക്കി. ഇതിൽ തനിക്കും എമ്പുരാൻ ടീമിനും ഖേദമുണ്ടെന്നും മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചു. സിനിമയിൽ നിന്ന് ചില ഭാഗങ്ങൾ നീക്കം ചെയ്യാൻ തീരുമാനിച്ചെന്നും മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പൃഥ്വിരാജും ആന്റണി പെരുമ്പാവൂരും പങ്കുവച്ചു. സിനിമയ്ക്കെതിരെ RSS മുഖപത്രം ഓർഗനൈസറിലെ ലേഖനത്തിൽ വിമർശിച്ചിരുന്നു. BJP RSS നേതാക്കളും വിമർശനവുമായെത്തി. എന്നാൽ സിനിമയെ പിന്തുണച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് VD സതീശനും രംഗത്തെത്തി. സംഘപരിവാർ വിദ്വേഷ പ്രചാരണങ്ങൾ അഴിച്ചുവിടുന്ന സന്ദർഭത്തിലാണ് ഇന്നലെ സിനിമ കണ്ടതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സിനിമയ്ക്കെതിരായ RSS ഭീഷണി ആശങ്കപ്പെടുത്തുന്നതെന്നും ജനാധിപത്യത്തിന് ഭൂഷണമല്ലെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ പറഞ്ഞു. എമ്പുരാൻ കാണുമെന്ന് VD സതീശൻ ഫേസ്ബുക്കിൽ വ്യക്തമാക്കി. 24 കൊച്ചി. എമ്പുരാൻ സിനിമാ വിവാദത്തിൽ മേജർ രവിക്കെതിരെ മല്ലികാ സുകുമാരൻ. നടക്കാത്ത പ്രിവ്യൂ മോഹൻലാൽ കണ്ടിട്ടില്ലെന്ന് മേജർ രവി എന്തിനാണ് പറഞ്ഞത്? മോഹൻലാലിന്റെ പ്രീതി പിടിച്ചുപറ്റാൻ ചിലർ പൃഥ്വിരാജിനെ ബലിയാടാക്കുന്നു. സിനിമയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ എല്ലാവർക്കും കൂട്ടുത്തരവാദിത്വമുണ്ട്. പൃഥ്വിരാജിനെ മാത്രം പഴിക്കുന്നത് ശരിയല്ല എന്നും മല്ലികാ സുകുമാരൻ ഫേസ്ബുക്കിൽ കുറിച്ചു. കേരളത്തിൽ നാളെ ചെറിയ പെരുന്നാൾ. വ്രതശുദ്ധിയുടെ പുണ്യവുമായി നാളെ ചെറിയ പെരുന്നാൾ. പൊന്നാനിയിൽ ശവ്വാൽ പ്രദൃശ്യമായതോടെ നാളെ ചെറിയ പെരുന്നാളായിരിക്കുമെന്ന് വിവിധ ഖാസിമാർ അറിയിച്ചു. രാവിലെ സംസ്ഥാനത്തുടനീളം ഈദ്ഗാഹുകൾ നടക്കും. മനസ്സിനെയും ശരീരത്തിനെയും സ്ഫുടം ചെയ്തെടുത്ത ഒരു മാസക്കാലത്തിന് പര്യവസാനം. ശവ്വാൽ പിറ കണ്ടതോടെ നാളെ ചെറിയ പെരുന്നാളിന്റെ മധുരം. അൽഹംദുലില്ലാ ജല്ല ആഘോഷ പുതുമയുള്ള ഈദ് വന്നല്ലോ. താന്നൂര്, കാപ്പാട്, പൊന്നാനി ഇവിടങ്ങളൊക്കെ മാസം ഉറപ്പിച്ചതായി പ്രഖ്യാപിക്കുന്നു. സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും വിരുന്നൂട്ടാണ് ചെറിയ പെരുന്നാളെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഒരു മാസം നീണ്ടുനിന്ന അനുഷ്ഠാനങ്ങൾ, വ്രതാനുഷ്ഠാനവും മറ്റ് അനുബന്ധമായിട്ടുള്ള ചടങ്ങുകളും അതെല്ലാം കഴിഞ്ഞ് ഹൃദയശുദ്ധിയോടെ ആണ് ഇപ്പോൾ പെരുന്നാളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നുള്ള ഈദുൽ ഫിത്ർ ആശംസകൾ നേരുകയാണ്. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഐക്യത്തിന്റെയും കെട്ടുറപ്പിന്റെയും ഒരു ഈദുൽ ഫിത്റായിട്ട് നമ്മുടെ ഈ ഈദുൽ ഫിത്ർ മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. പുതുവസ്ത്രങ്ങളും മൈലാഞ്ചിച്ചോപ്പുമായി ചെറിയ പെരുന്നാളിന്റെ ആഘോഷത്തിലേക്ക് ഓരോ വിശ്വാസിയും കടന്നു. രാവിലെ ഈദ്ഗാഹുകൾ നടക്കും. പ്രത്യേക പ്രാർത്ഥനകളും ഉണ്ടാകും. മധുരിത മൃദുപുകളോതി സദാ മഹിമത്തിൻ തിരുതിക്കറിന്നലയാ തെക്കുവയിലിരുകരം നീട്ടിയത ശവ്വാൽ തിരുപ്പിറ കണ്ടുവതാ ജമീലായി ഉദിത്തുള്ള കമരേ. 24 മലപ്പുറം. കോഴിക്കോട് നാദാപുരത്ത് പെരുന്നാൾ ആഘോഷങ്ങൾക്കിടെ പടക്കം പൊട്ടി 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. കല്ലാച്ചി സ്വദേശി മുഹമ്മദ് ഷഹറാസ്, പൂവള്ളത്തിൽ റയീസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. കാറിൽ യാത്ര ചെയ്യുന്നതിനിടെ ഉഗ്രശേഷിയുള്ള പടക്കം പൊട്ടിച്ച് റോഡിലേക്ക് എറിയുകയായിരുന്നു. കാറും ഭാഗികമായി തകർന്നിട്ടുണ്ട്. ചെറിയ പെരുന്നാൾ ആഘോഷിച്ച് ഒമാൻ ഒഴികെയുള്ള ഗൾഫ് നാടുകൾ. റമദാൻ 29 പൂർത്തിയാക്കിയാണ് UAE ഉൾപ്പെടെയുള്ള ഗൾഫ് നാടുകൾ പെരുന്നാൾ ആഘോഷിച്ചത്. ഒമാനിൽ നാളെയാണ് പെരുന്നാൾ. നന്മയുടെയും വിശുദ്ധിയുടെയും ഒരു മാസത്തെ വ്രതത്തിനൊടുവിൽ വിശ്വാസികൾ ചെറിയ പെരുന്നാളിനെ മനസ്സ് നിറഞ്ഞ് സ്വീകരിച്ചിരിക്കുകയാണ്. UAE വിവിധ എമിറേറ്റുകളിലെ പള്ളികളിൽ നടന്ന ഈദ് നമസ്കാരങ്ങളിൽ UAE ഭരണാധികാരികൾ ഉൾപ്പെടെ പങ്കെടുത്തു. UAE ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്കും ഭരണാധികാരികൾ പെരുന്നാൾ ആശംസകൾ നേർന്നു. പ്രാദേശിക സമയം 6:30 പെരുന്നാൾ നമസ്കാരം ആരംഭിച്ചത്. UAE മലയാളികൾക്കായി 4 ഇടങ്ങളിൽ മലയാളത്തിൽ ഖുതുബയുള്ള ഈദ്ഗാഹുകൾ ഒരുക്കിയിരുന്നു.
ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് സമീപമുള്ള ഫുട്ബോൾ ഗ്രൗണ്ടിലെ ഈദ്ഗാഹിന് ഇമാം ഹുസൈൻ സലഫി പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി. നോമ്പിലൂടെ നേടിയെടുത്ത ജീവിത വിശുദ്ധി തുടർന്നുള്ള ജീവിതത്തിലും കൂടെ നിർത്തണമെന്ന് ഹുസൈൻ സലഫി പറഞ്ഞു. ലഹരിക്കെതിരെ ഒന്നിച്ച് പോരാടണമെന്നും ലഹരി ഉപയോഗത്തിന് ശിക്ഷ കടുപ്പിക്കണമെന്നും അതിനായി സർക്കാർ തല ഇടപെടൽ വേണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് ലഹരിക്ക് മതമില്ല, അതിന് ജാതിയില്ല, അതിന് വർഗമില്ല. മയക്കുമരുന്നിൻ്റെ ദൂഷ്യം അത് മാനുഷികമായൊരു വിഷയമാണ്. അതുകൊണ്ട് ഓരോ രാജ്യത്തുമുള്ള രക്ഷിതാക്കളും അവിടെയുള്ള അധ്യാപകരും അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ഭരണകൂടവും എല്ലാവരും കൂടെ ഒരു പ്രദേശത്ത് ഒന്നായി ഒരു കൂട്ടായ്മ ഈ വിഷയത്തിലുണ്ടാകണം. മക്കയിലെ ഹറം പള്ളിയിലും മദീനയിൽ പ്രവാചകന്റെ പള്ളിയിലും വിശ്വാസികളുടെ പ്രവാഹമായിരുന്നു. മസ്ജിദുൽ ഹറം പള്ളിയിൽ ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസ് പെരുന്നാൾ നമസ്കാരത്തിന് ഖുതുബയ്ക്കും നേതൃത്വം നൽകി. മദീനയിലെ മസ്ജിദ് നബവി പള്ളിയിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഖുതുബയ്ക്കും ഷെയ്ഖ് അബ്ദുള്ള അൽ ബുഐജാൻ നേതൃത്വം നൽകി. കുവൈറ്റിൽ പ്രാദേശിക സമയം രാവിലെ 5:56 പെരുന്നാൾ നമസ്കാരം നടന്നത്. രാജ്യത്തുടനീളം പള്ളികളിലും 57 ഈദ്ഗാഹുകളിലുമായി ലക്ഷക്കണക്കിന് വിശ്വാസികൾ നമസ്കാരത്തിൽ പങ്കെടുത്തു. ഖത്തറിലും പ്രാർത്ഥനകളിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. അതേസമയം ഒമാനിൽ റമദാൻ 30 പൂർത്തിയാക്കി നാളെയാണ് പെരുന്നാൾ ആഘോഷിക്കുക. വിവിധ ബ്യൂറോകൾക്കൊപ്പം അരുൺ പാറാട്ട്, 24 ദുബായ്. യാക്കോബായ സുറിയാനി സഭയുടെ പുതിയ അധ്യക്ഷനായി ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കാത്തോലിക്ക ബാവ സ്ഥാനമേറ്റു. പുത്തൻകുരിശ് പാത്രിയാർക്ക സെന്ററിനോട് ചേർന്നുള്ള സെന്റ് അത്തനേഷ്യസ് കത്തീഡ്രൽ പള്ളിയിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങിൽ സഭയിലെ മെത്രാപ്പൊലീത്തമാരും പാത്രിയാർക്കീസ് ബാവയുടെ പ്രതിനിധികളും പങ്കെടുത്തു. ആയിരങ്ങളെ സാക്ഷിയാക്കിയാണ് സഭയുടെ 81ാമത് കാത്തോലിക്കയായി ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് ബാവ സ്ഥാനമേറ്റത്. സഭ ആസ്ഥാനത്തെത്തിയ ബാവ മുൻഗാമിയായ ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവയുടെ ഖബറിൽ പ്രാർത്ഥന നടത്തി. ശേഷം സ്ഥാനാരോഹണം. വലിയ മെത്രാപ്പൊലിത്ത എബ്രഹാം മാർ സേവറിയോസിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ശുശ്രൂഷകൾ. സ്ഥാനാരോഹണത്തിന് ശേഷം നടന്ന പൊതുസമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ വിശിഷ്ടാതിഥിയായി. മന്ത്രി പി രാജീവ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും വിവിധ സഭകളുടെ പ്രതിനിധികളും പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തു. ശത്രുവിനെ സ്നേഹിക്കണമെന്നാണ് ക്രിസ്തു പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആരോടും ശത്രുതയില്ല. ശത്രുതയോടുകൂടി സംസാരിക്കുമ്പോഴും ദോഷം ചിന്തിക്കുമ്പോഴും ദോഷം ചെയ്യുമ്പോഴും സഭ ഇകഴ്ത്തുമ്പോഴുമെല്ലാം അവരോടൊക്കെ സ്നേഹം മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. അങ്ങനെയുള്ള മനസ്സുള്ളവനായിരിക്കണമെന്ന് തന്നെയാണ് ക്രിസ്തു നമ്മെ പ്രബോധിപ്പിച്ചിരിക്കുന്നതും. വഴക്കും വിദ്വേഷവും വെറുപ്പും പകയുമൊന്നും മനസ്സിൽ കൊണ്ടു നടക്കുക എന്നുള്ളത് ഞാൻ ശീലിച്ചിട്ടുള്ള കാര്യമല്ല. ലബനനിൽ നിന്നും മടങ്ങിയെത്തിയ സഭയുടെ പുതിയ അധ്യക്ഷന് വിശ്വാസി സമൂഹം ഊഷ്മള വരവേൽപ്പാണ് ഒരുക്കിയത്. ഗീസ് പീറ്റർ, 24 കൊച്ചി. ആശാ വർക്കേഴ്സിന് ഓണറേറിയം കൂട്ടി നൽകാൻ കോൺഗ്രസ് ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളോട് KPCC. എന്നാൽ സാഹചര്യത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ നോക്കരുത് എന്നായിരുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ പ്രതികരണം. സമരം 50ാം ദിവസത്തിലേക്ക് കടക്കുന്ന നാളെ സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശമാർ മുടിമുറിച്ച് പ്രതിഷേധിക്കും. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഓണറേറിയം കൂട്ടാൻ കഴിയില്ലെന്ന തദ്ദേശ വകുപ്പ് മന്ത്രി MB രാജേഷിന്റെ നിലപാട് തള്ളിയാണ് കോൺഗ്രസ് നീക്കം. ഇൻസെന്റീവായും ഓണറേറിയമായും അധിക വേതനം നൽകണമെന്നാണ് സർക്കുലർ. ഓരോ തദ്ദേശ സ്ഥാപനത്തിനും അവരുടെ സാമ്പത്തിക സ്ഥിതിയനുസരിച്ച് തുക തീരുമാനിക്കാം. ഇത് സംബന്ധിച്ച സർക്കുലർ കോൺഗ്രസിന്റെ എല്ലാ തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർക്കും അയച്ചു. UDF ഭരിക്കുന്ന ചില തദ്ദേശ സ്ഥാപനങ്ങളിൽ നേരത്തെ ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചിരുന്നു. കോൺഗ്രസ് തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് സമരക്കാർ. ഞങ്ങൾ വളരെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ സമരത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു തീരുമാനമാണല്ലോ അത്. സമരത്തിൻ്റെ ഒരു റിസൾട്ടാണത്. പക്ഷേ ഈ നമ്മൾ ഉയർത്തിയിരിക്കുന്ന ഡിമാൻഡിന്മേൽ ശാശ്വതമായ പരിഹാരം നിർദ്ദേശിക്കേണ്ടുന്നത് സംസ്ഥാന സർക്കാരാണ്. എന്നാൽ UDF തീരുമാനത്തിന്റെ സാങ്കേതിക വശങ്ങൾ പരിശോധിക്കണമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. അതിൻ്റെ സാങ്കേതികമായ നിയമം അവർ നോക്കട്ടെ, അവർ നോക്കിയിട്ട് ചെയ്യേണ്ടതാണ്. അത് കഴിഞ്ഞ ദിവസം തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രിയും പറഞ്ഞതാണ് അതിൻ്റെ. എന്നാൽ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിനോട് സാങ്കേതികമായ അതിൻ്റെ കാര്യങ്ങൾ നോക്കേണ്ടതാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങളെ രാഷ്ട്രീയമായിട്ടല്ല ഉപയോഗിക്കേണ്ടതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. UDF LDF എന്ന നിലയിലൊന്നും അല്ല. സമരത്തിന്റെ 50ാം ദിവസമായ നാളെ ആശാ വർക്കേഴ്സ് മുടിമുറിച്ച് പ്രതിഷേധിക്കും. 24 തിരുവനന്തപുരം. അടുത്ത റിപ്പോർട്ടിലേക്ക്. കൊച്ചിയിൽ വൻ ലഹരിവേട്ട. വിൽപ്പനയ്ക്കായി വീട്ടിൽ സൂക്ഷിച്ച 500 ഗ്രാം MDMA പിടികൂടി. പുതുക്കല വട്ടത്തെ വാടക വീട്ടിൽ നിന്നാണ് മുഹമ്മദ് നിഷാദ് എന്നയാൾ MDMAയുമായി പിടിയിലായത്. ആലുവയിൽ 47 ഗ്രാം MDMAയുമായി പിടികൂടിയ ഷാജിയും മുഹമ്മദ് നിഷാദും ബിസിനസ് പങ്കാളികളാണ്.
2 വർഷമായി എറണാകുളം പുതുക്കലവട്ടത്ത് വാടകയ്ക്ക് താമസിക്കുകയാണ് പൊന്നാനി സ്വദേശിയായ മുഹമ്മദ് നിഷാദ്. ആലുവയിൽ മുഹമ്മദ് നിഷാദിന് വാട്ടർ സപ്ലൈ നടത്തുന്ന പ്ലാന്റ് ഉണ്ട്. ഇതിന്റെ പാർട്ണറായ ഷാജിയെ 47 ഗ്രാം MDMA-യുമായി ഇന്നലെ രാത്രി പോലീസ് പിടികൂടിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച വിവരത്തെ തുടർന്ന് പുലർച്ചെ മുഹമ്മദ് നിഷാദിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് 500 ഗ്രാം MDMA കണ്ടെത്തിയത്. പ്രതി പോലീസുമായി സഹകരിക്കുന്നില്ലെന്നും ചോദ്യം ചെയ്യലിന് ശേഷമേ കൂടുതൽ വിവരങ്ങൾ ലഭിക്കൂവെന്നും പോലീസ് വ്യക്തമാക്കി. വീട് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് 509 ഗ്രാം MDMA കിട്ടിയിട്ടുണ്ട്. കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഇയാൾക്ക് പ്ലാന്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ മറവിലാണ് ഇയാൾ ഈ MDMA ബിസിനസ് നടത്തുന്നത്. പ്രതി അന്വേഷണത്തോട് കൂടുതൽ സഹായിക്കുന്നില്ല. കൂടുതൽ അന്വേഷണം നടത്തി കഴിഞ്ഞപ്പോഴാണ് MDMA-യുടെ സെയിലുണ്ടെന്ന് മനസ്സിലായി നമ്മൾ വീട് സെർച്ച് നടത്തി. 2008 മുതൽ MDMA ഉപയോഗിക്കുന്ന ആളാണ് മുഹമ്മദ് നിഷാദ് എന്ന് പോലീസ് പറഞ്ഞു. മരടിൽ 5 ഗ്രാം ഹെറോയിനും പിടികൂടി. ലഹരി ഉപയോഗം വ്യാപകമാകുന്ന സാഹചര്യത്തിൽ പരിശോധന കർശനമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. 24 കൊച്ചി. തൃശൂരിൽ വീട്ടിൽ നിന്ന് സ്പിരിറ്റ് പിടിച്ചതിന് പിന്നാലെ ജീപ്പ് ഡ്രൈവർ ജീവനൊടുക്കി. പുത്തൂർ കൈനൂർ സ്വദേശി ജോഷിയാണ് മരിച്ചത്. ജോഷിയുടെ വീട്ടിലെ ശുചിമുറിയിൽ നിന്ന് 35 ലിറ്ററോളം സ്പിരിറ്റ് പിടികൂടിയിരുന്നു. നാഗ്പൂരിലെ RSS ആസ്ഥാനത്ത് സന്ദർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇതാദ്യമായാണ് ഒരു പ്രധാനമന്ത്രി RSS ആസ്ഥാനത്ത് സന്ദർശനം നടത്തുന്നത്. രാജ്യത്തെ സേവിക്കാൻ RSS പ്രചോദനമായെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സന്ദർശനം ചരിത്രപരമെന്ന് RSS വിശേഷിപ്പിച്ചു. പ്രധാനമന്ത്രിയായ ശേഷം RSS ആസ്ഥാനത്തെ ആദ്യ സന്ദർശനമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേത്. നാഗ്പൂരിലെത്തിയ പ്രധാനമന്ത്രിയെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്, കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. RSS ആസ്ഥാനത്തെത്തിയ പ്രധാനമന്ത്രി RSS മേധാവി മോഹൻ ഭഗവതുമായി കൂടിക്കാഴ്ച നടത്തി. RSS സ്ഥാപകൻ ഡോക്ടർ കേശവ് ബലിറാം ഹെഡ്ഗേവാറിന്റെ സ്മൃതി മന്ദിരത്തിൽ പ്രധാനമന്ത്രി പുഷ്പാർച്ചന നടത്തി. RSSന്റെ രണ്ടാമത്തെ തലവനായിരുന്ന MS ഗോൾവാക്കറിന്റെ പേരിലുള്ള മാധവ് നേത്രാലയം ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിട്ടു. RSS സേവനത്തിന്റെ ആൽമരമായി മാറിയെന്ന് പ്രധാനമന്ത്രി. മാനവതാ രഥ യഹ സേവാ മന്ദിർ കൺ കൺ മേ ദേവാലയ जो अनेक दशकों से पूज्य गुरु जी के आदर्शों पर लाखों लोगों की सेवा कर रहा है. लोगों के जीवन में रोशनी लौटी है. പ്രധാനമന്ത്രി RSSന്റെ സംഭാവനകളെ അംഗീകരിച്ചെന്ന് RSS നേതാക്കൾ പറഞ്ഞു. RSSും BJPയും തമ്മിൽ പ്രശ്നങ്ങളില്ലെന്നും തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയാണെന്നും RSS നേതാക്കൾ പറഞ്ഞു. നാഗ്പൂരിലെത്തിയ പ്രധാനമന്ത്രി ഡോക്ടർ BR അംബേദ്കർ ബുദ്ധമതം സ്വീകരിച്ച ദീക്ഷാഭൂമിയും സന്ദർശിച്ചു. 24 ഡൽഹി. കൊച്ചിയിലെ സംഗീത പരിപാടിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളിൽ തെളിവ് പുറത്തുവിട്ട് സംഗീത സംവിധായകൻ ഷാൻ റഹ്മാൻ. പാർട്ട്ണർ എന്ന നിലയിൽ ഷോയുടെ ഭാഗമാകാൻ 25 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു. തന്നത് 5 ലക്ഷം മാത്രം. അത് ഭീഷണിപ്പെടുത്തി തിരികെ വാങ്ങിയെന്നും ഷാൻ റഹ്മാൻ വ്യക്തമാക്കി. 24 എക്സ്ക്ലൂസീവ്. ഉയരെ സംഗീത പരിപാടിയുമായി ബന്ധപ്പെട്ട ആരോപണമുയർന്നതിനു പിന്നാലെ തന്റെ പാർട്ട്ണർ നിജുരാജിനെതിരായ കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഷാൻ റഹ്മാൻ. നിജുരാജ് ഉന്നയിച്ച മുഴുവൻ ആരോപണങ്ങളും തെറ്റ്. ഷോയുടെ ഭാഗമാകാൻ 25 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു. കരാറിലേർപ്പെടാൻ പലകുറി ആവശ്യപ്പെട്ടിട്ടും നിജു തയ്യാറായില്ല. ഡ്രോൺ പറത്താൻ അനുമതി വാങ്ങിയെന്ന് തെറ്റിദ്ധരിപ്പിച്ചു. നിജുവിനെതിരെയുള്ള ഡിജിറ്റൽ തെളിവുകളടക്കം പുറത്തുവിട്ടിരിക്കുകയാണ് ഷാൻ റഹ്മാൻ. നിജുരാജ് സംഗീത പരിപാടിയുടെ പേരിൽ കബളിപ്പിച്ചെന്ന് കാണിച്ച് ഇൻഫോ പാർക്ക് പോലീസിൽ ഷാൻ റഹ്മാനും കമ്പനിയും പരാതി നൽകിയിരുന്നു. ഈ പരാതി മറയ്ക്കാനാണ് നിജു വ്യാജ ആരോപണം ഉന്നയിച്ചതെന്നാണ് ഷാൻ റഹ്മാൻ പറയുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക് 24. ഒഡീഷയിൽ ട്രെയിൻ പാളം തെറ്റി ഒരാൾ മരിച്ചു. 8 പേർക്ക് പരിക്കേറ്റു. ബംഗളൂരു കാമാഖ്യ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിന്റെ 11 AC കോച്ചുകളാണ് പാളം തെറ്റിയത്. അപകടത്തെ തുടർന്ന് 3 ട്രെയിനുകൾ വഴിതിരിച്ചുവിട്ടു. ബംഗളൂരുവിൽ നിന്ന് അസമിലെ ഗുവാഹത്തിയിലേക്കുള്ള യാത്രക്കിടെയായിരുന്നു അപകടം. ഒഡീഷയിലെ കട്ടക് ജില്ലയിലാണ് അപകടമുണ്ടായത്. കാമാഖ്യ എക്സ്പ്രസിന്റെ 11 കോച്ചുകളാണ് പാളം തെറ്റിയത്. അപകടത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി.
അപകടത്തിൽ റെയിൽവേ അന്വേഷണം ആരംഭിച്ചു. कोई अभी बहुत सारे इंसिडेंट कोई अगर डिटेलमेंट होता है बहुत सारे पहलू रहती है और उसमें क्या सीक्वेंस ऑफ इंसिडेंट हुआ था इस सारे चीज़ों को जब हम लोग कोई कमेटी उसमें इंक्वायरी करते हैं हाई पावर कमेटी वो सारे चीज़ों को ये करते हैं परख करते हैं और उसके आधार पर ही वो अपना रिपोर्ट देते हैं और जो रिपोर्ट आएगा हम आपके साथ साझा करेंगे. അപകടത്തെ തുടർന്ന് ധൌലി എക്സ്പ്രസ്, നീലാചൽ എക്സ്പ്രസ്, പുരുലിയ എക്സ്പ്രസ് എന്നീ 3 ട്രെയിനുകൾ വഴിതിരിച്ചുവിട്ടു. പരുക്കേറ്റ അസം സ്വദേശികളായ 2 പേർ അപകടനില തരണം ചെയ്തതായി മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു. ഒഡീഷ സർക്കാരുമായും റെയിൽവേ അധികൃതരുമായും തന്റെ ഓഫീസ് ബന്ധപ്പെട്ടുവെന്നും അസം മുഖ്യമന്ത്രി വ്യക്തമാക്കി. 24 ഡൽഹി. മ്യാൻമറിലെ ഭൂകമ്പത്തിൽ മരണം 1600 കടന്നു. 3000-ലധികം പേർക്ക് പരിക്കേറ്റു. ഓപ്പറേഷൻ ബ്രഹ്മയുടെ ഭാഗമായി ഇന്ത്യയിൽ നിന്ന് അവശ്യ വസ്തുക്കളുമായി 2 വിമാനങ്ങൾ കൂടി മ്യാൻമറിലെത്തി. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മ്യാൻമറിലെ പട്ടാള ഭരണത്തിനെതിരെയുള്ള പോരാട്ടം വിമതസേന നിർത്തിവച്ചു. തകർന്നടിഞ്ഞ പലയിടങ്ങളിലും രക്ഷാപ്രവർത്തകർക്ക് എത്തിച്ചേരാനാകാത്തത് കനത്ത വെല്ലുവിളിയാണ്. 10,000-ലധികം പേർക്ക് ജീവൻ നഷ്ടമായേക്കുമെന്ന് US ജിയോളജിക്കൽ സർവേ റിപ്പോർട്ട് ചെയ്തു. 17 ദശലക്ഷം പേരെ ഭൂചലനം ബാധിച്ചെന്നാണ് വിവരം. മ്യാൻമറിലെ 2ാമത്തെ വലിയ നഗരമായ മാൻഡലയിൽ മാത്രം 1200 ബഹുനില കെട്ടിടങ്ങളാണ് തകർന്നത്. രക്ഷാദൌത്യത്തിന് യന്ത്ര സംവിധാനങ്ങളില്ലാത്തതും വെല്ലുവിളിയാണ്. തിരച്ചിലിനായി സ്നിഫർ ഡോഗുകളെയും റോബോട്ടുകളെയും വിന്യസിച്ചു. പലയിടങ്ങളിലും കുടിവെള്ളവും വൈദ്യുതിയും ലഭ്യമാകാത്തത് ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടി. ആശുപത്രികളിൽ ഡോക്ടേഴ്സിന്റെ കുറവ് ഉണ്ടാകുന്നതായി റിപ്പോർട്ടുണ്ട്. രക്ഷാദൌത്യത്തിനിടെ ഇന്നലെ തുടർചലനങ്ങളുണ്ടായി. ദുരന്ത മേഖലയിൽ മരുന്നുകളുടെ കടുത്ത ക്ഷാമമുണ്ടായേക്കാമെന്ന് UN മുന്നറിയിപ്പ് നൽകി. ദുരന്തഭൂമിയിലേക്ക് രാജ്യങ്ങളുടെയും സംഘടനകളുടെയും സഹായം എത്തിത്തുടങ്ങി. ഓപ്പറേഷൻ ബ്രഹ്മയുടെ ഭാഗമായി ഇന്ത്യയുടെ 2 വിമാനങ്ങൾ കൂടി മ്യാൻമറിലെത്തി. 82 പേരടങ്ങുന്ന സംഘത്തെ ചൈന അയച്ചു. അതിനിടെ പട്ടാള ഭരണത്തിനെതിരെ പോരാടുന്ന നാഷണൽ യൂണിറ്റി ഗവൺമെന്റ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. മ്യാൻമറിൽ രക്ഷാപ്രവർത്തനം സുഗമമാക്കുന്നതിനാണ് നടപടി. ഏപ്രിൽ 3-4 തീയതികളിൽ നടക്കുന്ന ബിംസ്റ്റെക് ഉച്ചകോടിക്ക് മാറ്റമുണ്ടാകില്ലെന്ന് ബാങ്കോക്ക് അധികൃതർ വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഈ റിപ്പോർട്ടോടെ 24 റൗണ്ടപ്പ് പൂർത്തിയാവുകയാണ്. നമസ്കാരം.